പത്തനംതിട്ട തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല കഴിച്ച് പശുവും കിടാവും ചത്തു. തീറ്റയ്ക്കൊപ്പം അരളിയുടെ ഇല അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം. 2 ദിവസം മുൻപാണ് പശുവും കിടാവും ചത്തത്. വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, അരളിയുടെ ഇല കഴിച്ചാണ് പശു ചത്തത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്നെങ്കിൽ അരളിയിലെ വിഷയവും സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 2 പശുക്കൾ, ഒരു പശുവും പശുക്കിടാവും അരളിയുടെ ഇല കഴിച്ച് ചത്തു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ഈ അരളിയുടെ ഇല വ്യാപകമായി പശുവിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ അടൂരിനടുത്ത് തെങ്ങമത്തുള്ള പങ്കജവല്ലിയമ്മയുടെ വീട്ടിലെ 2 പശുക്കളാണ്. പശുവും 4 മാസം പ്രായമുള്ള പശുക്കിടാവുമാണ് തൊട്ടടുത്ത വീട്ടിലെ വെട്ടിക്കളഞ്ഞ അരളിയുടെ ഇല ഭക്ഷണമായി ആഹാരത്തിൻ്റെ കൂടെ നൽകിയ സമയത്ത് അത് ഉള്ളിൽ ചെന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പശുക്കൾക്ക് ഇത്തരത്തിൽ അരളിയുടെ ഇല നൽകുന്നത്. മറ്റ് ആഹാര കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റ് ഇല പദാർത്ഥങ്ങളോടൊപ്പം തന്നെ ഈ അരളിയുടെ ഇലയും പെട്ടുപോവുകയായിരുന്നു. ഇത് അരളിയുടെ ഇലയാണ് എന്ന ഈ പങ്കജവല്ലിയമ്മയ്ക്ക് മനസ്സിലായതുമില്ല. ഇങ്ങനെയാണ് ഈ അരളിയുടെ ഇല ഈ പശുവിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. പിന്നീട് മൃഗാശുപത്രിയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയപ്പോൾ ഈ അരളി ഇല ഈ വീടിൻ്റെ പരിസരത്ത് കാണുകയും ഈ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ വിശദമായ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിഷം ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. വ്യാപകമായ രീതിയിൽ വലിയ രീതിയിൽ അരളിയുടെ ഇല പശുവിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടിരിക്കുന്നത്. പങ്കജവല്ലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? എന്നാണ് ഇത്തരത്തിലുള്ള ഈ ഇലകൾ പശുവിന് നൽകുന്നത്? ബുധനാഴ്ച രാവിലെയാണ് ഈ തീറ്റി വെട്ടിയിട്ടിട്ട് മോനെ വിളിച്ചപ്പോൾ മോൻ പോയില്ല. അപ്പം ഞാൻ പോയി ഇത് വാരിക്കൊണ്ട് വന്നു. ഈ പശുവിനെ വെച്ചുകൊണ്ട് പടിഞ്ഞാറപ്പുറത്തോട്ട് ചെന്നപ്പോൾ പറഞ്ഞു തോണ്ട് കിടക്കുന്നു കുറേ തീറ്റി എന്ന് പറഞ്ഞു. ഞാൻ വാരിക്കൊണ്ട് വന്നു. അവരെയും കുറ്റം പറയണ്ട, അവരെന്നും എനിക്ക് തീറ്റി തരുന്നതാണ്, എപ്പോഴും വിളിച്ച് തീറ്റി തരുന്നതാണ്. ഞാൻ വന്ന് എടുത്തുകൊണ്ട് വന്ന് പശുവിന് കൊടുക്കുന്നു. പക്ഷേ ഞാൻ ഒരെണ്ണത്തിനെ കൊടുത്തുള്ളൂ. അന്നതിനെ കുത്തി വെക്കാൻ ഡോക്ടർ വരുന്നുണ്ടായതുകൊണ്ട് അഴിച്ച് വെളിയിൽ കെട്ടിയില്ല, അകത്ത് തന്നെ കെട്ടിയിരുന്നു. ഇത് കുഞ്ഞിന് ഒരാൾക്ക് 2 ലിറ്റർ പാല് വേണമെന്ന് പറഞ്ഞു. ഞാനത് കറന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും അഴിച്ചു വിട്ടില്ല. തീറ്റി അവർ വന്നപ്പോൾ ഡോക്ടർ വന്നപ്പോൾ തിന്നുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ വന്ന് നേര് പടിഞ്ഞാറ്റിന് ചെടിയെല്ലാം കൂടെ വെട്ടി തന്നപ്പം തന്ന കൂട്ടത്തിൽ തന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ 2-3 എണ്ണം ഞാൻ നടാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് നടാൻ ഈ കനത്ത കമ്പ് കൊണ്ടുപോകും, ചെറു മണ്ട കൊണ്ടുപോകണ്ടെന്ന്. അപ്പോൾ വേണ്ട ഇത് മതിയെന്നും പറഞ്ഞ് എന്നോട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വെള്ളത്തറയിൽ ചെന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കാൻ ചെന്ന് പോയേച്ച് മരുന്നുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുഞ്ഞങ്ങ് ചത്ത് കിടക്കുന്നു. അപ്പോഴും എനിക്ക് അറിയത്തില്ല. ഞാൻ വെള്ളത്തറയിൽ ചെന്ന് പറഞ്ഞത് ചക്ക തിന്നെന്നും പറഞ്ഞാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 വട്ടത്തേക്ക് മരുന്ന് എന്നിട്ട് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 4 വട്ടം കൊടുത്തു. പിന്നെ എന്നെ പറഞ്ഞ് 2 മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞു. 2 മണിക്ക് വിളിക്കുകയും ചെയ്തു. വിളിച്ച് വിവരം അന്നേരത്തെ പറയണേന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞ് മുക്കിനൊന്നൊരു മരുന്നൂടെ മേടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്നൂടെ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ മരുന്നിനെ കുറിച്ച് അന്ന് നേരം വേണ്ടിട്ട് അത് മേടിച്ചും കൊടുത്തു. പിന്നെ അങ്ങ് നേരം രാത്രിയായി. ഞങ്ങളെല്ലാം കിടന്നു. പിറ്റേന്ന് രാവിലെ ഇത് തന്നെ സംഭവം. ഞാൻ അന്നേരം വെള്ളത്തറ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇവിടെ ആളിനെ വിട്ടു, വേറെ ആളിനെ വിട്ടിട്ട് പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് വന്നിട്ട് 3 കുപ്പിയിലെ മരുന്നും ചെയ്ത് 2 ട്രിപ്പ് വിട്ട് പിന്നെ ചൂടും നോക്കി. അപ്പോൾ അന്ന് ചൂടുമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴപ്പം ഡോക്ടർ വിളിച്ച് പറഞ്ഞു കൊടുത്ത് ഇത്ര ഇന്ന രീതിയിൽ മരുന്ന് ചെയ്യാൻ പറഞ്ഞു. മരുന്ന് ചെയ്തിട്ട് അങ്ങ് പോയി. അന്നേരം അവർ പറഞ്ഞു ഇപ്പം അങ്ങ് മാറുമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ പോയപ്പോഴും എന്നോട് പറഞ്ഞു 2 മണിക്ക് വീണ്ടും വിളിക്കണേന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞു ഒരു മരുന്നിനൂടെ എഴുതി തന്നു. അപ്പം ഞാൻ ആ മരുന്നും മേടിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 8 മണിയായപ്പോൾ ആ ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വരുമ്പോൾ അരളിച്ചെടി പശു തിന്നുവാ, പശു രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങളത് കേട്ടും കൊണ്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ തന്നെ പശുവിൻ്റെ എഴുത്തിൽ അങ്ങ് ഉരുണ്ട് വീണു. അമ്മേന്നും പറഞ്ഞൊരു കരച്ചിൽ കേട്ടു. ഞങ്ങൾ ഓടിച്ചെന്നപ്പോഴത്തേക്ക് പശു അങ്ങ് കണ്ണുരുട്ടി. പിന്നെ അനക്കമൊന്നുമില്ല, ആ കിടക്കുക. ഇത് കഴിച്ചതിന് ശേഷം പശുവിന് എന്തൊക്കെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടായി? കണ്ണ് 2 അങ്ങ് പഴുക്കുമായിരുന്നു. ഈ 2 കിടാവിൻ്റെയും പശുവിൻ്റെയും? കിടാവിൻ്റെ ഒന്നിനും സംഭവിക്കാൻ സമയമില്ല. ഞങ്ങൾ കിടാവിന് സന്ധ്യയായപ്പോഴത്തങ്ങ് മൂടുകയും ചെയ്തു. പശുവിൻ്റെ 2 കണ്ണും പഴുക്കുക. കിടാവും കണ്ണ് പഴുത്താ ചത്ത്. അപ്പം ഞാൻ കണ്ണിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ചത്ത് കിടക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ചൂട് കൊണ്ടാ വേനക്കേട് കൊണ്ടാന്ന് പറഞ്ഞ് കണ്ണ് 2 അങ്ങ് പഴുക്കുക. പിന്നെ ചത്ത് കഴിഞ്ഞിട്ട് ഇത് ചോരയാണ് തൂറുന്നത്. ഇപ്പോൾ വയറിളകി അങ്ങ് തൂറുകയും ചെയ്ത് 2-3 വട്ടം ചോരയാണ് അങ്ങ് തൂറുക. അങ്ങ് വായിക്കൂടെയും ചോര വരുക, ചോരമയം പോലെയും വരുക. മറ്റ് 2 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ പശുക്കൾക്ക് അരളിയുടെ ഇല കൊടുത്തിട്ടില്ല? അതിന് കൊടുത്തതുമില്ല. 2 എണ്ണം വെളിയിലായതുകൊണ്ട് കൊടുത്തില്ല. ഇതിനെ കുത്തിവെക്കാൻ വരുന്നത് കൊണ്ട് ഇതിനെ അകത്ത് കെട്ടി ഇതിനൊന്ന് തീറ്റി വാരിക്കൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ കുഞ്ഞിന് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. കുഞ്ഞതിൻ്റെ കൂടെ ഒന്ന് പാല് കുടിച്ചു വന്നേക്കല്ല. ഡയഗ്നോസിസ് ഉണ്ടാക്കിയപ്പോൾ അത് എന്താണ് ദഹനക്കേടാണെന്നാണോ കരുതിയത്? ദഹനക്കേടാ, വീണ്ടി വയ്ക്കത്തില്ലെന്നേ ഉള്ളൂ. വേറെ ഒരു അസുഖവും ഇല്ല. പശു അങ്ങ് നിൽക്കുക, കിടക്കത്തതും ഇല്ലായിരുന്നു. രാത്രി കിടന്നിട്ട് രാവിലെ അങ്ങ് എണീക്കുകയും ചെയ്യും.
ബുധനാഴ്ച ഈ അരളിയുടെ ഇല കഴിച്ച് വ്യാഴാഴ്ചയാണ് പശു വെള്ളിയാഴ്ചയാണ് ചക്കുന്നത്. അപ്പൊ അത്രയും സമയം 2 ദിവസം മരുന്ന് ഡോക്ടർമാർ ചികിത്സയിലായിരുന്നു. 2 ദിവസവും ആവശ്യം പോലെ മരുന്നും ട്രിപ്പും ഒക്കെ ഇട്ട് പശു കിടക്കുന്നതേ ഇല്ല, വീണ്ടി അവയ്ക്കുന്നും ഇല്ല, ഒന്നും തിന്നുന്നില്ല. ഈ ഒരൊറ്റ മാത്രമേ കാണാനുള്ളൂ. കണ്ണിടയിൽ ഡോക്ടർമാർ ഇവിടെ വരുമ്പോഴാണ് ഈ അരളിയുടെ ഇല പശു കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. നിങ്ങളുടെ പശുവിൻ്റെ മുന്നിൽ അരളി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളും അറിയുന്നത് ഇത് വിഷമാണെന്ന്. വിഷമാണോ അരളി കൊടുക്കാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നു? അറിഞ്ഞുകൂടായിരുന്നു. എന്തുമാത്രം ഒരു ധാരാളം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ പശുവിന്റെ? ഒത്തിരി ഉണ്ടായിരുന്നോ ഇല? ഒരു 2 കമ്പുണ്ടായിരുന്നു. 2 കമ്പുണ്ട്. അതിൻ്റെ മണ്ട ഈ ഡോക്ടർമാർ കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ചെവിട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചത്, അറിഞ്ഞുകൂടാതായിപ്പോയി. വലിയ ശാരീരിക ബുദ്ധിമുട്ടോടുകൂടിയായി പശു ചത്തതല്ലേ? പിന്നെ ഡോക്ടർ വന്ന് ഡോക്ടറോടെ ഞങ്ങൾ ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ വന്നിട്ട് നിങ്ങൾ തൊട്ടാൽ മതി, JCB കൊണ്ട് കുഴി എടുത്തിട്ട് ഞാൻ വന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നിങ്ങൾ അതിനെ എന്തെങ്കിലും ചെയ്താൽ മതി. വന്ന് 9 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞങ്ങൾ JCBക്കാരെ കൊണ്ട് കുഴിച്ചു പിടിച്ചു. ഇത്രയൊക്കെ സങ്കടങ്ങളായി. അച്ഛനും വയ്യായിരിക്കുന്നതുകൊണ്ട് 10 വർഷം കൊണ്ട് ഞാൻ പശുവിനെയാണ് വളർത്തുന്നത്. വേറെ എങ്ങോട്ടും ഒന്നിനും ഇറങ്ങി പോകാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ വെള്ളവും ആഹാരവും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഒന്നിനും എങ്ങോട്ടും പോകാതെ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് അരളി ചെടി കൊണ്ടുവരുന്നത്. തൊട്ടപ്പുറത്തുനിന്ന് വന്ന് ഈ ഇല്ല കാണുന്ന വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തുനിന്ന് തന്നെ എപ്പോഴും എനിക്ക് തീറ്റി വിളിച്ച് ആ ഭാഗത്തുനിന്ന് എല്ലാ വീട്ടിൽ നിന്നും ഞാൻ ദിവസവും 10 വീട്ടിൽ നിന്ന്. കഴിഞ്ഞ അരളി വിഷം സംബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ വീട്ടുകാർ അത് വെട്ടിക്കളഞ്ഞ? അറിയോ? അറിയത്തില്ല. അവർക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ അവർ തരത്തില്ല. അവർക്കും അറിഞ്ഞുകൂടാതെ പറ്റിയതാണ്. കാടെല്ലാം കൂടെ വെട്ടിക്കിട്ടേക്കുന്നേ പറഞ്ഞുള്ളൂ. ഞാനത് വാരിക്കൊണ്ട് വന്ന് കൊടുത്തല്ല. അവർക്ക് ഒരു കുറ്റവും അവരെ പറയാൻ പറ്റത്തില്ല. എനിക്ക് വിഷമോ. ഞാൻ ഇത് ചത്തണക്കെ പോലും അവരോട് പറഞ്ഞില്ല. ആരാണ്ട് പറഞ്ഞ അവരിവിടെ വരുന്നത്. കിടാവ് 3 ദിവസം മുമ്പ് എത്തണക്കെ ആരും അറിഞ്ഞില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പശുവിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. പശുവിന് വലിയ കുഴപ്പമൊന്നും പശു കാണിക്കുന്നില്ല. വേണ്ടിയാ വെക്കുന്നില്ല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. പിന്നെ ബ്ലഡ് പുറത്തേക്ക് വരിക. പിന്നെ ഈ ചത്ത് കഴിഞ്ഞണക്കെ അതും വന്നു. ചാവുന്നതിന് മുമ്പ് ഒന്നില്ല. കണ്ണിന് അസ്വസ്ഥത വഴുക്കുക. കണ്ണ് വഴുക്കുന്നതിന് ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ചൂട് കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ച് പറഞ്ഞു ചൂടില്ലെന്ന് പറഞ്ഞു. ചൂടൊരു ശകലവും ഇല്ലെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പശുവിന് ഈ അരളിയുടെ ഇല ഉള്ളിൽ ചെന്നതിന് ശേഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. ബുധനാഴ്ചയാണ് പശുവും കിടാവും അരളിയുടെ ഇലകളും കഴിക്കുന്നത്. അതിനുശേഷം വ്യാഴാഴ്ചയോടുകൂടി കിടാവ് ചാകുന്നു, വെള്ളിയാഴ്ചയോടുകൂടി പശുവും ചാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ പശു പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പങ്കജവല്ലി അമ്മ പറയുന്നത്. പശുവിൻ്റെ കണ്ണ് പഴുത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ബ്ലഡ് പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയോടുകൂടി പശു ചാകുന്നു. തുടർന്ന് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഇത്തരത്തിൽ അരളിയുടെ ഇല ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. എന്തായാലും അരളി ഒരു പേടി സ്വപ്നമായിട്ട് കേരളത്തിൽ മാറുകയാണ്. കേരളത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ, അരളി സംബന്ധമായിട്ടുള്ള അരളിയിലെ വിഷാംശം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം കൂടി, വിഷമിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു സംഭവം കൂടി പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. നിഖിൽ, എന്തായാലും പത്തനംതിട്ട അടൂർ തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല കഴിച്ച് പശുവും കിടാവും ചത്തു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. തീറ്റയ്ക്കൊപ്പം അരളിയുടെ ഇല അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം. 2 ദിവസം മുൻപാണ് പശുവും കിടാവും ചത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.